Ready? 1, 2, 3, start. Shankara Nada Sharira Para Veda Vihara Hara Jeeveshwara Shankara Nada Sharira Para Veda Vihara Jeeveshwara Shankara ध्यान विलक्षण रागमे योगवनी प्राणमुनीवनी गानमे नीदनी गानमे गानवनी मौन विचक्षण ध्यान विलक्षण रागमे योगवनी नादोपासन చేసిన వాడను నీ వాడను నేనైతే నాదోపాసన చేసిన వాడను నీ వాడను నేనైతే దిగ్గదింద్రజిత హిమగిరింద్ర శిలకంధరా నీలకంధరా క్షుద్రులెరుగని రుద్రవీణ నిర్లిప్తదానమితి అవధరించరా ధరించరా శంకరా शरीरा परा वेद विहारा जीवेश्वरा शंकरा చిరునవ్వులు కాబోలు ఉరిమి ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు మెరిసే మెరుపులు పులిసే పెదవుల చిరు చిరునవ్వులు కాబోలు ఉరిమి ఉరుములు సరి సరి నటనల సిరి సిరి మూవలు కాబోలు పరవశాన శిరసు గంగా ధరకు జారిన శివగంగా పరవశాన శిరసు గంగా ధరకు జారిన శివగంగా నాగాల లహరి నురుములు గంగా ఆనంద వృష్టిని తడడంగా శంకరా నాద శరీరా పరా వేద విహారా జీవేశ్వర శంకరా 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 ഓക്കെ, ഈ ഫോണ് കയ്യിലെടുത്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ കറക്റ്റ് എടുക്കാം ഒക്കുമായിരുന്നല്ലേ. കുഴപ്പമില്ലല്ലോ, വിട്ടുപോയില്ലല്ലോ. ആവറേജ് എല്ലാം. ശങ്കരയുടെ നൃത്തം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1/4 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിപ്രായമൊക്കെ ചോദിക്കുന്നത്. കാര്യം മഴയുടെ പ്രശ്നം കാരണം ബാക്കി 2 ഡാൻസും കൂടെ വേഗം മഴ അങ്ങോട്ട് തീർന്ന് തറയൊക്കെ തുടച്ച് നമ്മൾ അല്ലേ വാക്യൂം ക്ലീനർ വെച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു ചേഞ്ച് വന്നിട്ടാണ് അതിൻ്റെ അഭിപ്രായം ചോദിക്കുന്നത്. അപ്പം ശങ്കരയ്ക്ക് നല്ല രീതിക്ക് ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അത് എത്ര പറഞ്ഞാലും ആ ടെൻഷൻ കാണും. എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ ശങ്കര ചെയ്തപ്പോൾ ഉള്ള അനുഭവം പറഞ്ഞോ? ചേച്ചി, ശങ്കര പാട്ട് നല്ല പാട്ടാണ്. പിന്നെ അത് ആർക്കും അറിയില്ലേ? ആ പാട്ട് നല്ല
കേൾക്കാൻ നല്ല രസമാണ്, നല്ല താളമാണ്. അതിൽ ഓരോ വരികൾ ഭയങ്കര പാടാണ് പാടാൻ. പിന്നെ ഞാൻ അനാമികയുടെ കൂടെയാണ് കളിച്ചത്. അപ്പം അനാമിക മഴ വീണ്ടും പെയ്യുന്നെന്ന് തോന്നുന്നു കേട്ടോ. പറഞ്ഞോ. അനാമിക സ്പീഡിന് ചെയ്താൽ അത്ര സ്പീഡിന് എനിക്ക് എത്താൻ കഴിയത്തില്ല. അനാമിക ഹൈറ്റ് വ്യത്യാസമുണ്ട്, വ്യത്യാസത്തിന്റെ ഒരു ഇതുണ്ട്. പിന്നെ നന്നായിട്ട് ചെയ്തു എന്നാണ് എന്റെ വിശ്വാസം. കുഴപ്പമില്ലാണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂട്ടുകാര് പറയട്ടെ അല്ലേ? ശരി, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? എന്ത് പറ്റി? ദയനീയമായിട്ട് നിൽക്കുന്നു. ശരി. ഇപ്പൊ വേറെ ഡാൻസ് കഴിഞ്ഞിട്ട് നിൽക്കുന്നോണ്ട് ആ ഡാൻസ് മറന്നുപോയി. പറഞ്ഞോ. നന്നായിരുന്നു ചേച്ചി. ചേച്ചി ഓൾറെഡി ഇത് 2 തവണ ചെയ്തിട്ടുണ്ട് കൊറിയോഗ്രാഫി. അപ്പോഴും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് 3ാമത്തെ തവണയാണ്. മീനാക്ഷി മോളുടെ ഫേവറേറ്റ് ഐറ്റം ആയിരുന്നു അല്ലേ? പളനി അപ്പയും ശങ്കര. എവിടെ കളിക്കും? ആദ്യം ശങ്കര കളിക്കും. ഓക്കെ, മീനാക്ഷി ഉണ്ടെങ്കിൽ അവിടെ ഒരു ശങ്കരയും അഭിരാമിക്ക് പളനിയപ്പ. ഓക്കെ, എങ്ങനെ നന്നായിട്ട് ചെയ്തു. പക്ഷേ ടെൻഷന്റെ ഒരു ഫേസിൽ നല്ലപോലെ അറിയാൻ ഒക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ ചിരിക്കാനും എക്സ്പ്രഷൻ ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ടെൻഷൻ കൂടുതൽ കാണിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. തെറ്റിക്ക് അങ്ങനെ ഒന്നുമില്ല. എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ അനാമിക മോള് ആണ് അതിന്റെ ആദ്യം മുതല് ലാസ്റ്റ് വരെ അല്ലേ? അതിന്റെ കൂടെ പാർട്ടായിട്ട് നിങ്ങൾ കെയർ ചെയ്യണം. അപ്പൊ വന്ന തലവേദനയാണെന്ന് തോന്നുന്നു അനാമിക മോൾക്ക്. അതല്ല, നല്ല സ്ട്രെയിൻ ആണ്. പിന്നെ ഉറപ്പായിട്ടും ഒരുപാട് അടവുണ്ട്. അപ്പൊ അത്രയും ചെയ്തത് ഭാരതനന്ന രീതിയിൽ കൊറിയോഗ്രാഫി ചെയ്തല്ലേ, നല്ല സ്ട്രെയിൻ ആണ്. എന്നാൽ പോലും അതിന് ഫിനിഷിംഗ് കിട്ടത്തില്ല. ഇനി നല്ല പ്രാക്ടീസ് ചെയ്താലേ ഫിനിഷിംഗ് കിട്ടും. കട്ടിക്ക് കിട്ടുന്നു എന്ന് എനിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടിക്കുക. അതെല്ലാം ചേച്ചി ബുദ്ധിമുട്ടിക്കുക. അതെ, ചേച്ചി വന്നിട്ട് പറയും മക്കളെ എല്ലാം മറന്നുപോയി, ഞാൻ ഒരു സ്റ്റെപ്പ് ഓർമ്മയില്ല, കൊറിയോഗ്രാഫി ചെയ്തിട്ട് പോവും. ഞങ്ങൾക്കൊന്നും ഓർമ്മ നമ്മക്കറിയില്ല എന്താ ചെയ്തതെന്ന്. അതേ ഉള്ളൂ. ബാക്കിയെല്ലാം എല്ലാരും നല്ലപോലെ ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പ്രത്യേകിച്ച് അനാമികന്റെ അടുത്ത് ഒരുപാട്. അനാമികയ്ക്ക് ഒരു കൊച്ചു ക്ലാപ്പ് കൊടുത്തോ, സ്റ്റാർട്ടിങ് ടു എൻഡിങ് വരെ ചെയ്തോണ്ടല്ലേ? കുറേശ്ശെ കളിച്ച തന്നെ നിങ്ങക്ക് മനസ്സിലായല്ല? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു അനാമിക മോളെ? ഒരുപാട് നന്നായിരുന്നു ചേച്ചി. ആദ്യം തന്നെ എനിക്ക് അത്ഭുതം ഇവരാണ്. ഞാൻ വിചാരിച്ചേ എനിക്ക് അത്ഭുതം ഞാൻ എങ്ങനെ ഇത് മുഴുവൻ കളിച്ചു. അതൊരു അത്ഭുതം. അതല്ലാതെ വേറൊരു അത്ഭുതം, ഞാൻ ഒരുപാട് സമയമെടുത്ത യഥാർത്ഥത്തിൽ ഇത് പഠിച്ചത്. കുറച്ചേറെ സമയമെടുത്തു ഒന്ന് തലയിലൊന്ന് ആയി വരാൻ. ഇവര് പറഞ്ഞു കൊടുത്തു അപ്പോഴേ ഒന്ന്, അതായത് എല്ലാവർക്കും സ്പീഡിൽ ഓരോ വട്ടം പറഞ്ഞു കൊടുത്തപ്പോഴും വേഗം ക്യാച്ച് ചെയ്ത് പോയി. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ഇതല്ലേ അവിടെ, ഇതല്ലേ എന്ന് ഞാൻ ഇടയ്ക്ക് തെറ്റിക്കും. അതായത് ഇപ്പൊ മീനാക്ഷിക്ക് പോലും ഒരു കൈ പറഞ്ഞു കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാൻ 2 കൈ കളിക്കും. അപ്പൊ മീനാക്ഷി ഇത് ഇങ്ങനെ അല്ലായിരുന്നു, നീ എന്താണ്, നിനക്ക് എന്താണ് പറഞ്ഞു തന്നെ എന്ന് ചോദിച്ചിട്ട് ചെയ്യും. സിദ്ധിക്ക് കുറെ തെറ്റ് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പൂർണ്ണമായിട്ട് പഠിച്ച അനാമിക ഞാനേ ഉള്ളൂ. പക്ഷെ പഠിച്ച് കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഇത് വീണ്ടും നമ്മൾ ഷൂട്ട് ചെയ്യാന്ന് വെച്ചത്. അപ്പൊ കുറച്ച് ഞാൻ മറന്നുപോയി. അതിനു മുന്നേ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി ചെറുതായിട്ട് ചിലതൊക്കെ മറന്നുപോയിട്ടുണ്ട്. ഞാൻ കയ്യിൽ നിന്നെടുത്തതിൽ കുഴപ്പമില്ലല്ലോ അല്ലേ. എന്നിട്ട് കുറെ പ്രാക്ടീസ് ചെയ്തപ്പോ എനിക്ക് പഴയത് ഓർമ്മ വന്ന്. അപ്പൊ ഇവർക്ക് പറഞ്ഞു കൊടുത്തതിൽ ചെറിയ മിസ്റ്റേക്ക് വന്ന് അതും കൂടി കണ്ടുപിടിച്ച് കളിക്കേണ്ടി വന്നു. അതെ, ഞാൻ പിന്നെ അത് പഠിക്കേണ്ടി വന്നു. നന്നായിരുന്നു മൊത്തത്തില്. യഥാർത്ഥത്തില് ഈ ഡാൻസ് ആദ്യം തൊട്ട് അവസാനം വരെ ഒരാള് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെങ്കിൽ അവർക്ക് ഒരു അവാർഡ് കൊടുക്കണം. നല്ല അതായത് നമ്മൾ ചെയ്ത പോലെയൊന്നും അല്ല, 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അവാർഡ് കൊടുക്കണം. അത്ര പാടായിട്ടാണ് ചേച്ചി കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. ശബ്ദം തീർച്ചയായിട്ടും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരികൾ പാടാറുണ്ട്. പാടി കേൾപ്പിച്ചു കൊടുക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി മോളെ? ഒരുപാട് സന്തോഷം ഈ ഡാൻസ് ചെയ്യാൻ പറ്റിയതിൽ. കാരണം ഇതിന് മുന്നേ ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ ചാനൽ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പൊ അന്ന് ഞാനിതിലില്ല. അന്ന് മുതലേ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ അതുപോലെ അനാമിക പറഞ്ഞതുപോലെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിഞ്ഞത് ഉറപ്പായിട്ടും സ്റ്റേജിലാണെങ്കിൽ ഈ പാട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. അപ്പൊ ഇങ്ങനെ കേട്ടും അനാമിക അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നതും പ്രോഗ്രാമിന്റെ അത് കണ്ടും ഒക്കെ ഒരുപാട് മനസ്സിൽ പതിഞ്ഞു. അപ്പൊ അതാണ് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രാക്ടീസ് കൂടുതൽ കിട്ടിയോണ്ടാന്ന് തോന്നുന്നു. ഈ ഡാൻസിന് കുറച്ച് പ്രാക്ടീസ് കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ബേസ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാക്സിമം ചെയ്തു എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്ന ടെൻഷൻ ഇച്ചിരി കുറവായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തു. ടെൻഷൻ ആണ് ഏറ്റവും പ്രശ്നം. വിറയിലായിരുന്നു. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് തെറ്റിക്കരുത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അനാമികയ്ക്കൊപ്പം ചെയ്തെത്തണം.
അതും ഒരു ടാസ്ക് ആയിരുന്നു. കിട്ടിയ പോർഷൻ എന്ന് വെച്ചാൽ നല്ല പാട്, വേഗം കയ്യിന്റെ മൂവ്മെന്റ്സ് ഉള്ള പോർഷൻസ് ഉള്ളത്. പിന്നെ ഞാൻ ഇക്കൂട്ടത്തിലെ ശിശുവാണ് ഡാൻസ് ബേസ്. അപ്പൊ അത് പക്ഷേ കണ്ടാ തോന്നില്ല. അതുകൊണ്ട് അനാമികയ്ക്ക് ഒപ്പം എത്താൻ വേണ്ടി, മീൻസ് തെറ്റ് പറയാത്ത രീതിയിലെങ്കിലും എത്തണം എന്നുള്ളത് മാക്സിമം ട്രൈ ചെയ്തു. ഉറപ്പായിട്ടും മോളെ. ശരി, എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ? നല്ലതായിരുന്നു ചേച്ചി. സിദ്ധി പറഞ്ഞത് കണക്ക് തന്നെ ഈ സോങ് നമുക്ക് ഒരുപാട് കേട്ടും ഇഷ്ടമുള്ള ഒരു സോങ് നമുക്ക് എല്ലാവർക്കും. അപ്പം ഇതിനകത്ത് അടവുകളെല്ലാം പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പം അത്രയും പാടാണെങ്കിലും ഇങ്ങനെ നമുക്കിങ്ങനെ വേണം 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 എന്ന് തോന്നുന്ന അത്രയും ഇഷ്ടമുള്ള ഒരു ഡാൻസാ. അതുകൊണ്ട് തന്നെ എല്ലാരും അത്രയും ആത്മാർത്ഥമായിട്ട് നിന്ന്. ഏറ്റവും ഇത് പറയേണ്ടത് അനാമികയായിരുന്നു. തീർച്ചയായിട്ടും ഇത് ഫുള്ള് ഇപ്പൊ ഒരാൾ ഇതിന്റെ ഇടയിൽ തെറ്റിച്ച ആദ്യം തൊട്ട് അനാമിക വീണ്ടും ഇത് ഫുള്ള് ചെയ്യേണ്ടി വരും. അപ്പം അനാമികനെ രക്ഷിക്കേണ്ട ദൗത്യം നമ്മുടെ കയ്യിലും. അതുകൊണ്ട് അങ്ങോട്ട് ചെയ്തൊപ്പിച്ചു. അപ്പം ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ചേച്ചി. പിന്നെ ഈ ടെൻഷന്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ മക്കളെ, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ജനമോളെ? നല്ലതായിരുന്നു, നന്നായിട്ടൊക്കെ ചെയ്തു. ആ ഒരു ഹൈറ്റ് വ്യത്യാസത്തിൽ സ്ട്രെച്ച് ചെയ്തിരുന്നിട്ട് എഴുന്നേക്കാനുള്ള അനാമിക മോളെ ടപ്പോന്നും പറഞ്ഞ 1 2 3 ഞാൻ 1 2 3 അത് നല്ല ഡിഫറെന്റ്. കാരണം ഇത്ര നീളമുള്ളടത്ത് അത്രയും നീളമുള്ള നിങ്ങൾക്ക് മടങ്ങി വരാൻ നല്ല പാടായിരുന്നു. പിന്നെ അത് കണക്ക് ഏതൊരു സ്റ്റെപ്പ് ഉണ്ട് അതില്, ഇങ്ങനെ ഏതോ ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ ഇങ്ങനെ ടൈമിങ് ഇങ്ങനെ ഒരു ടൈമിങ് വരും ചാടി, അതായത് എന്റെ കാര്യം ഇങ്ങനെ മടങ്ങി കിട്ടി വരാനായിട്ട് കുറച്ച് ടൈം അപ്പോഴത്തേക്കും അതിൻ്റെതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ അനാമിക ഇങ്ങനെ അരമണ്ടലിരിക്കും, അപ്പൊ ഞാൻ ഇങ്ങനെ അരമണ്ടലിരിക്കണം, അതിൻ്റെതായ ഒരു ഇതുണ്ട്. അല്ലാണ്ട് നല്ലതായിരുന്നു. ശരി, എന്തായാലും ഈ മഴയുടെ ഈ ഒരു അവസ്ഥയിൽ പോലും നമുക്ക് ഈ 3 ഡാൻസും ശങ്കരയും അതിനൊപ്പം 2 ഡാൻസും കൂടെ ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ സാധിച്ചതിന് ദൈവത്തോട് നന്ദി പറയുന്നല്ലേ. തീർച്ചയായും അത്ര നനഞ്ഞിവിടെ അത്ര ഇതായിട്ട് കിടന്നേ അല്ലേ. ശരി, അപ്പൊ ഇനി നല്ല ഒരു ഡാൻസും. ഇതിലെ മെയിൻ ആയിട്ട് ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. ടെൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ഈ ഡാൻസ് ഇതിന്റെ അരമടങ്ങ് ബെറ്റർ ആണ്. ഞങ്ങള് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഇതിന്റെ ബെറ്റർ. ഓക്കെ, എന്താ അത് മൈക്കില് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ തീ കത്തും. പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ എടുത്തിരുന്നെങ്കിൽ നല്ല ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അത് ടെൻഷനാ മെയിൻ എന്ന്. ഓക്കെ, ആ സെന്റൻസ് പറയണ്ടായിരുന്നു. പക്ഷെ ഓവറോൾ എല്ലാരും ആവറേജ് നന്നായിട്ട് തന്നെ ചെയ്തു. ഓക്കെ മക്കളെ, ശരി, അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്താന്ന് പറഞ്ഞ ടാറ്റ പറഞ്ഞോ. നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്താം. கோடி மலைகளிலே கொடுக்கும் மலை எந்த மலை? கொங்கு மணி நாட்டினிலே குளிர்ந்த மலை எந்த மலை? தேடி வந்தோர் இல்லமெல்லாம் செழிக்கும் மலை எந்த மலை? தேவாதி தேவரெல்லாம் தேடி வரும் மருதமலை. மருதமலை மருதமலை முருகா மருதமலை மாமணியே முருகையா.